Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala khalqillah wa ala alihi wa sahbihi faizina bid'ullah ma ba'd. Bismillahirrahmanirrahim. Iqra bismi rabbikal ladzi khalaq. Khalaqal insana min 'alaq. Iqra wa rabbukal akramul ladzi 'allama bil qalam. 'Allamal insana ma lam ya'lam. Khairun man ta'allama al-Qur'an fa'allamah. Al-ilmu nurullah wa nurullah la yulqa lil-'asim. ഏറ്റവും ബഹുമാനമുള്ള സമാദരണീയനായ കോളേജ്, മദ്രസ, പള്ളി പോലെയുള്ള പൊന്നമ്പറമ്പ് നാടിന്റെ നിവാസികളുടെ പ്രഥമ പൗരനും പ്രഥമ പുരുഷനുമായ ഈ മക്കളുടെ പോറ്റുപ്പ എന്ന് അവകാശപ്പെടുക എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ തന്റെ സ്വന്തം മക്കളെ പോലും അവഗണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതേ രൂപത്തിൽ തന്നെ ഈ മക്കളെ പോറ്റി വളർത്തുന്ന മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ വഹാബ് സാമി അൽ-ഫാറൂഖി അവരുടെ, എന്റെ സഹപ്രവർത്തകരായ പണ്ഡിതരെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, മഹന്മാരെ, ഇന്ന് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മഹല്ല് നിവാസികളുടെയും അവരുടെ കുടുംബത്തിന്റെയും ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന്. ഒരുപാട് മംഗളങ്ങളും വിവാഹങ്ങളും മറ്റു പല പല പരിപാടികളും നാം നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ നടത്തുന്നവരായിരിക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ സുന്നത്തായ കർമ്മമാണ് വലീമത്തു ഖത്മുൽ ഖുർആൻ. ഖുർആൻ പരിപൂർണമായും പഠിപ്പിക്കുകയും ചെയ്തതിനു ശേഷമുള്ള പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ സൽക്കാരം ഏറ്റവും വലിയ സുന്നത്തായ കർമ്മമാണ്. കിതാബുകളിലൊക്കെ രേഖപ്പെട്ടിട്ടുണ്ട്, ഒരു വിവാഹം കഴിഞ്ഞാൽ തന്റെ ഭാര്യയും ഭർത്താവും സംഗമിച്ചതിന് ശേഷം നടത്തുന്ന വലീമത്ത് സൽക്കാരത്തിനേക്കാൾ ഏറ്റവും വലിയ ഉത്തമമാണ് ഖത്മുൽ ഖുർആനിന്റെ ശേഷം നടത്തുന്ന ഇന്നത്തെ വലീമത്ത് പോലെയുള്ള സൽക്കാരം. അതിലുപരി ഈ കാണുന്ന മക്കളുടെ രക്ഷിതാക്കളൊക്കെ വളരെ അഭിമാന മുഹൂർത്തത്തിലുമാണ്. എന്തുകൊണ്ടെന്നാൽ 9ാം വയസ്സിലും 10ാം വയസ്സിലും ഈ കുഞ്ഞുമക്കളെ കൈ പിടിച്ചുകൊണ്ട് ദാറുൽ ഹൈറുൽ ഖുർആൻ കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ
ഈ കാണുന്ന കുഞ്ഞു മക്കളിൽ പലരും കരഞ്ഞമ്മന്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് പോകുമ്പോ തന്റെ ഉപ്പ കണ്ണുനീര് കണ്ണിൽ നിറച്ചുകൊണ്ട് ഉസ്താദെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കരം പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോ ഈ കാണുന്ന ഓഫീസിലേക്ക് കയറ്റിയിരുത്തുമ്പോ അവരുടെ നെഞ്ചൊക്കെ പിഴഞ്ഞത് നാം ദർശിച്ചത്. ഇന്ന് ആ ദർശനത്തിന് പകരം ഇന്ന് സന്തോഷത്തിന്റെ കണ്ണിന്റെ കിരണങ്ങളാണ് വീഴുന്നത് എന്ന് വളരെ സുരഭിക്ഷമായ രൂപത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ രക്ഷിതാക്കളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നമ്മുടെ മോൻ വിശുദ്ധ ഖുർആൻ മുഴുവൻ വ്യത്യസ്തമാക്കി ഹാഫിളായിരിക്കുന്നു എന്ന് പറയുമ്പോ എത്രയോ ഉപ്പമാര് സങ്കടത്തിന്റെ എല്ലാ സന്തോഷമുണ്ട്. ഒരു വർഷം മുമ്പ് സങ്കടത്തിന്റെ കണ്ണുനീരായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ മുഹൂർത്തത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഉമ്മയുടെയും ഈ ഉപ്പയുടെയും സന്തോഷത്തിന്റെ കണ്ണിന്റെ കിരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിച്ചത്. എന്തുകൊണ്ടെന്നാൽ അവല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, എന്റെ മകൻ വിശുദ്ധ ഖുർആൻ മുഴുവൻ വ്യത്യസ്തമാക്കിയ ഒരു യഥാർത്ഥ ഹാരിസായ പരലോകത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു മകനായി കാണുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് 9ാം ക്ലാസ്സിൽ കൊണ്ടുവന്നായിരിക്കുന്ന കുഞ്ഞിനെ എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവേ, ആ ഉമ്മാക്കും ഈ കുഞ്ഞിന്റെ കരത്തിൽ ഏൽപ്പിച്ചത് ഈ കുട്ടിയുടെ ഹാരിസായി കാണാൻ വേണ്ടി മാത്രമാണല്ലോ റഹ്മാനേ. അതുകൊണ്ട് അവരുടെ സങ്കടത്തിനും അവരുടെ ദുഃഖത്തിനും അവരുടെ മനപ്രയാസത്തിനും സന്തോഷമാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്നും അവർ തമ്മിലായിരിക്കുന്ന കുട്ടിയെ ഈ കാണുന്ന മക്കളെ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അല്ലാഹുവേ വിശുദ്ധ ഖുർആൻ മുഴുവൻ വ്യത്യസ്തമാക്കി ഖുർആനിലെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ചതുപോലെ ഈ കാണുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളെ നമുക്ക് സ്പർശിക്കണമെങ്കിൽ അവരും തൊടണമെങ്കിൽ മുന്നൂറ് പോലും ആവശ്യമാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കൾ എത്രയും വേഗത്തിലാണ് വിശുദ്ധ ഖുർആൻ പഠിച്ചതെന്ന് കൃത്യമായ രൂപത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ മാസം ശവ്വാൽ മാസം ഈ കോളേജ് തുറക്കുമ്പോ 6 ജുസുകളും 7 ജുസുകളും 4 ജുസുകളും 16 ജുസുകളും 13 ജുസുകളും 17 ജുസുകളും 10 ജുസുകളും 6 ജുസുകളും പഠിച്ചതായ വിദ്യാർത്ഥികളായിരുന്നു ഈ ശവ്വാൽ 20 ഈ കോളേജ് തുറക്കുമ്പോ ഈ സ്ഥാപനത്തിൽ കയറിയിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുകയാണ്, ഈ മക്കൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹാഫിസിന്റെ നേതൃത്വത്തിലായിക്കൊണ്ട് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഇവരുടെ പ്രവർത്തനം നാം കാണേണ്ടതായിരുന്നു. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണമേ. ഈ മക്കൾ പഠിച്ചതായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയങ്ങൾക്ക് ഒരിക്കലും റഹ്മാനെ മായ്ച്ചു കളയാതെ ദീനിലും ദുനിയാവിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മക്കളെ ഉയർത്തേണ്ടതാണെന്ന് വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്, ഈ മക്കളുടെ രക്ഷിതാക്കൾ ഇപ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീരുകൾ വാർത്തുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്ന് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് ഈ കാണുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനം
ഈ കോളേജിൽ നിന്നും ഖത്മുൽ ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. അതങ്ങ് കഴിഞ്ഞതോടുകൂടെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് 4 മണിക്ക് എണീക്കുന്ന ഈ കുഞ്ഞു മക്കളെ വിശ്രമമില്ലാത്ത പഠനം എന്ന് പറയുകയല്ല. 4 മണിക്ക് കഴിഞ്ഞാൽ ഈ മക്കൾക്കുള്ള നാസ്ത കൊടുക്കുന്നത് 8:30-ക്കാണ് കൊടുക്കുന്നത്. സുബഹിക്ക് ശേഷമുള്ളതായ ഒരു ചെറുനാടിക്കുന്ന ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ഓടിക്കൊടുക്കുവാൻ വേണ്ടി വലിയായി ഇരുന്നുകൊണ്ട് ഞങ്ങൾ പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം 6 ജുസ് പഠിച്ചതായിരിക്കുന്ന വിദ്യാർത്ഥി 24 ജുസുകളാണ് ശഅബാൻ മാസം 20ക്ക് ശേഷം ശഅബാൻ മുഹറം അഥവാ 3 മാസവും 10 ദിവസത്തിന്റെ ഉള്ളിൽ ഇന്ന് സഫർ മാസം 1-ാം തീയതിയാണ്. 3 മാസവും 10 ദിവസത്തിന്റെ ഉള്ളിൽ 24 ജുസുകളും അതുപോലെ തന്നെ 26 ജുസുകളും പഠിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ 24 ജുസുകൾ 23 ജുസുകൾ 26 14 17 പോലെ 20 ജുസുകൾ പോലെയുള്ള ജുസുകൾ പഠിക്കുന്നത് 3 മാസവും 10 ദിവസത്തിന്റെ ഉള്ളിലാണ്. മാത്രമല്ല ഈ കാണുന്ന മക്കളൊക്കെ ഒരു പ്രാവശ്യം ഖത്മുൽ ഖുർആൻ തീർക്കും എന്ന് മാത്രമല്ല വിദ്യാർത്ഥിക്കും കൂടെ ദൗറ എന്ന് പറയും. ദൗറയും കഴിഞ്ഞിരിക്കുന്ന മക്കളാണ്. എത്ര സൗഭാഗ്യവന്മാരാണ്, എത്ര ഭാഗ്യവന്മാരാണ് ഈ കാണുന്ന രക്ഷിതാക്കളും ഈ കാണുന്ന മഹല്ലുകാരും. അതിലൊക്കെ ബഹുമാനമുള്ള അബ്ദുൽ വഹാബ് എല്ലാവരുടെയും പോറ്റിയായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനൊക്കെ ഈ കോളേജിൽ പാർട്ടി ചെയ്യാൻ വേണ്ടി വന്നപ്പോ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ മക്കളൊക്കെ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് ഒരു ഹാൻഡ്ലായിട്ടാണ് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, വളരെ അഭിലാഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിശ്രമിക്കാനും ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ഇതിന്റെ ഇടയിൽ ഈ കാണുന്ന 5 വർഷത്തിന്റെ ഇടയിലാണ് പല പ്രാവശ്യമായിക്കൊണ്ട് ഉസ്താദുമാരെ കിടക്കിടക്ക് മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായത്തിനനുസരിച്ച് നാം നിശ്ചയിക്കുന്ന ഉസ്താദുമാരെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കാലം പൂർത്തിയാകുമ്പോ ഉസ്താദുമാരെ മാറ്റേണ്ടി വരും. ഉസ്താദുമാരെ മാറ്റുന്ന സന്ദർഭത്തിൽ ഈ കാണുന്ന രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്താദുമാരെ മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാഗ്യ അപകടത്തിലാകുന്നില്ല എന്ന്. അവരോടൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളെ യുക്തരായിരുന്ന അധ്യാപകരുടെ നിർണയിക്കും ഇവിടെ സ്ഥാപിക്കുമെന്നും ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഉസ്താദുമാരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഈ രക്ഷിതാക്കൾക്കും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഉസ്താദുമാരെ മാറ്റിയതിന്റെ കാരണം കൊണ്ടാണ് 3 മാസവും 10 ദിവസം കഴിഞ്ഞപ്പോൾ 26-24 ജുസുകളൊക്കെ പഠിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഖത്മുൽ ഖുർആൻ കേൾക്കാൻ വേണ്ടി സജ്ജരാക്കി ഉസ്താദുമാർ പ്രവർത്തിച്ചത്. ആ മക്കൾ നേരത്തെ പറഞ്ഞല്ലോ 8:30 നാസ്തക്ക് കഴിഞ്ഞാൽ വീണ്ടും 9:00 ഉസ്താദിന്റെ സാന്നിധ്യത്തിലുകൊണ്ട് 4 മണിക്ക് എഴുന്നേൽക്കുന്ന മക്കളെ ളുഹറിന്റെ 1 മണിക്കൂർ മുമ്പ് കൈവിളക്കിന്റെ ഓട്ടം ഉറങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചുകൊണ്ട് നിർബന്ധമായ 1 മണിക്കൂർ ളുഹറിന് മുമ്പ് ഉറങ്ങി ശേഷം വീണ്ടും വിശുദ്ധ ഖുർആൻ 2 മണി വരെ പാരായണം ചെയ്ത് 2 മണിക്ക് ശേഷം പ്രൊഫസർ ബാക്കി ഉസ്താദിന്റെ തൊഴിലായിക്കൊണ്ട് ഈ ഹിഫ്ള് പഠിക്കുന്ന മക്കളെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ശരിയത്ത് കോളേജിൽ പഠിക്കുന്ന മക്കളെ എല്ലാ ദിവസവും കടുങ്ങമ്പലം ഹൈസ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഈ കാണുന്ന ഹിഫ്ള് പഠിക്കുന്ന മക്കളെ വെള്ളിയാഴ്ച മാത്രമേ പറഞ്ഞേക്കാറുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഹിഫ്ള് പഠിക്കുന്ന മക്കൾക്ക് ഭൂരിഭാഗ സമയമുണ്ടെന്ന് ഈ കുട്ടികളെ ഹിഫ്ള് പഠിപ്പിച്ചുകൊണ്ട് ഈ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നടത്തുവാൻ സന്ദർഭത്തിനനുസരിച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ് വളരെ പാസ്സായതായ
പ്രത്യേകമായി സ്പെഷ്യൽ ക്ലാസ് കൊടുത്തുകൊണ്ട് മക്കൾ സജ്ജീകരിക്കുന്ന രൂപത്തിലും പ്രത്യേകമായിരിക്കുന്ന മാസ്റ്റർമാരെ ഇവിടുത്തെ കൊണ്ടുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇംഗ്ലീഷും ഹിന്ദിയും മാത്സും ക്ലാസ് എടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം പറഞ്ഞത് നാം മുമ്പ് പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ കുട്ടികൾക്ക് രാത്രിയോടുകൂടെ ഈ മാസത്തിലുള്ള ലീവാണ്. മാസത്തിലുള്ള ലീവ് പറഞ്ഞാൽ 40 ദിവസമായിട്ടുണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടെന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 40 ദിവസം ഇവിടെ നിർത്തിയതിന്റെ പൊരുൾ ഹൃസ്വമായി നാം പറഞ്ഞു തരാം. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, ഒരു മനുഷ്യൻ 40 ദിവസം കൃത്യമായി എല്ലാ ജമാഅത്തിലും പങ്കെടുത്താൽ ആ മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കുമെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഹറം മാസത്തിലെ ഈ ബന്ധനാക്കിയ പാപത്തും ബന്ധനായിരിക്കുന്ന മക്കള് 40 ദിവസം കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും തന്നെ ദുൽഹജ്ജ് മാസത്തിന്റെ ബലിപെരുന്നാൾ കഴിഞ്ഞ് ദുൽഹജ്ജ് 20 വന്നവരാണ്, ദുൽഹജ്ജ് 18 വന്നവരാണ്. ഈ മക്കൾ മുഹറം കഴിഞ്ഞ് സഫർ മാസം ആകുമ്പോൾ 42 ദിവസം കഴിഞ്ഞു. ഈ 42 ദിവസത്തിലും 5 വഖത്ത് നിസ്കാരം കൃത്യമായി ജമാഅത്തായി കൊണ്ട് നിസ്കരിച്ച മക്കളാണ് ഈ മുന്നിൽ കാണുന്നത്. വീണ്ടും പറയട്ടെ, ഈ 42 ദിവസവും തഹജ്ജുദ് നിസ്കാരവും ദുആ നിസ്കാരവും പ്രഭാത നിസ്കാരവും ഈ കാണുന്ന ഉസ്താദുമാരുടെ നേതൃത്വത്തിലായി കൊണ്ട് കൃത്യമായി എന്റെ രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള സംസ്കാരം, ഇതുപോലെയുള്ള വേഷവും ഇതുപോലെയുള്ള ദീനീ ശൈലിയും നമ്മുടെ കുടുംബത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ മക്കളായിരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കൃത്യമായ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചോളണമെന്നില്ല. എന്തുകൊണ്ട് ബാബ് കൊടുക്കുന്ന സമയത്തിലായിരിക്കും പല അതിഥികളും വന്നുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. സാധാരണ ജമാഅത്തിന് പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതിഥികൾ കയറി വരുമ്പോ അവരെ കെയർ ചെയ്യാഞ്ഞാൽ അതിൻ്റെതായ രൂപത്തിൽ സ്വീകരിക്കാതിരുന്നാൽ ഒരു പള്ളി മാനിക്കാതെ ഗവനിക്കാതെ അവരുടെ ഭാഷയിൽ പറയുമ്പോ നാം ഒന്നുമല്ലാത്തവരാകും. എന്നാൽ അതൊന്നും പ്രശ്നമില്ലാതെ 42 ദിവസം കൃത്യമായി നിസ്കരിച്ച ജമാഅത്തായി നിസ്കരിച്ച മക്കളാണ് ഈ മക്കൾ. എത്ര സന്തോഷമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കൊക്കെ അഭിമാനിക്കാനുള്ളത്. എന്റെ സ്വാർത്ഥ ഭാഷ നേടിക്കൊണ്ടിൽ പോകുന്നില്ല. വീണ്ടും പറയട്ടെ, ഇന്ന് കുട്ടിയുടെ ലീവ് അനുസരിച്ച് കഴിഞ്ഞാൽ നാളെ എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് പോകേണ്ട ദിവസമാണ്. എച്ചമായി പോയി സംസാരിച്ച് നാളെ എല്ലാ കുട്ടികളും ഞങ്ങൾ മാസം കഴിഞ്ഞ് കൊടുക്കുന്ന ലീവാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച എല്ലാ മക്കളും ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച മാത്രമേ ലീവുള്ളൂ. ചെറിയൊരു എക്സ്ക്യൂസ് വെള്ളിയാഴ്ച എല്ലാവരും ലീവ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ലീവ് വാങ്ങിയതാണ്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് ഓർമ്മിക്കാവുന്നത് വരുന്ന തിങ്കളാഴ്ച 9:30 നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതായിരിക്കുന്ന ട്രാവലർ ഇവിടുന്ന് പുറപ്പെടും, സ്കൂളിലേക്ക് പുറപ്പെടും. ഈ മക്കളുടെ വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കഷ്ടപ്പെടുത്താതെ സാധാരണ ബസ്സിലും കരുത്തും കൂടി കയറി നിൽക്കാതെ എന്ത് സഹിച്ചും ഈ സ്ഥാപനം മുന്നോട്ട് ഗമിപ്പിക്കണമെന്നാണ് ഇവരുടെ യാത്രയ്ക്ക് വേണ്ടി 14 സീറ്റുള്ള ട്രാവലർ വാങ്ങി ഇവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വരുന്ന തിങ്കളാഴ്ച ശ്രദ്ധിക്കണം. വരുന്ന തിങ്കളാഴ്ച 9 മണിക്ക് മുമ്പായി ഈ കോളേജിലേക്ക് മക്കൾ എത്തിക്കണമെന്നുകൊണ്ട് നാളെ സ്കൂളിലേക്ക് പോകേണ്ടുന്ന ക്ലാസ് വരുന്ന തിങ്കളാഴ്ചക്ക് നാം ആദ്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. വരുന്ന തിങ്കളാഴ്ച 9 മണിക്ക് മുമ്പായി നമ്മൾ ഓഫീസിൽ നിന്ന് കുട്ടികളെ ഹാജരാക്കേണ്ടതാണ്. 9 മണിക്ക് ശേഷമാണ് എന്തെങ്കിലും കാരണത്താൽ ലേറ്റാവുകയാണെങ്കിൽ നേരെ കഴിഞ്ഞ സ്കൂളിലേക്കാണ് പോകേണ്ടത് എന്ന് കൂടെ അറിയുന്നു. മക്കളെ ഒപ്പിക്കാനുള്ളത് അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂണിഫോം
ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ കുടുംബത്തിലും നമ്മിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ഭാഷയിലൊക്കെ ഈ പ്രായത്തിലുള്ളവർ മദ്രസ 4ാം ക്ലാസ് കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും ഏത് പ്രായത്തിലാണ് ശരി, മദ്രസ 4ാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ ഏത് ക്ലാസ്സിൽ പഠിച്ചാലും അതിനൊക്കെ വേണ്ടുന്ന ക്ലാസുകൾ നമ്മുടെ ഈ കോളേജിൽ സൗകര്യങ്ങളുണ്ട്. 4 മുതൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളടക്കം ഈ കാണുന്ന സദസ്യരുണ്ട്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായവും ഉസ്താദുമാരുടെ കഠിന പ്രയത്നവും നമ്മുടെ കാണുന്ന മക്കളുടെ കഠിനാധ്വാനവും ഒരുമിക്കുമ്പോൾ രക്ഷിതാക്കളാകുന്ന നിങ്ങളുടെ നിശ്ചയമായ സഹായ സഹകരണം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ കടാക്ഷം നമ്മിലേക്ക് ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് 3 മാസവും 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 24 ദിവസം 26 ദിവസവും ഈ മക്കൾ കാണാപാഠം പഠിച്ച് ഒരു പ്രാവശ്യം ദൗറ കഴിഞ്ഞതെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഭാരത്തെ കുട്ടികളുടെ ക്ലാസ്